الله وبركاته. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له ولي الصالحين، وأشهد أن محمدا عبده ورسوله سيد الأنبياء والمرسلين سيد الخلق أجمعين، صلى الله عليه وعلى آله وأصحابه الطيبين الطاهرين وأتباعهم بإحسان إلى يوم الدين. أما بعد، قال الإمام المجدد شيخ الإسلام محمد بن عبد الوهاب رحمه الله: باب ما جاء في منكر القدر. കിതാബ് തൗഹീദിലെ 60-ാമത്തെ ബാബാണ്. ബാബു മാ ജാഅ ഫീ മുൻകിരി അൽ ഖദർ. ഖദർ നിഷേധിക്കുന്ന ആളുകളെ കുറിച്ചുള്ള അധ്യായം. ഇസ്ലാമിലെ അടിസ്ഥാനപരമായ ഒരു വിശ്വാസ കാര്യമാണ്. അർക്കാനുൽ ഈമാനിൽപ്പെട്ട 6-ാമത്തെ റുക്നാണ് അൽ ഈമാനു ബിൽ ഖദർ. അള്ളാഹുവിന്റെ ഖദറിൽ വിശ്വസിക്കുക എന്നുള്ളത്. ഖാഫും ദാലും റാഉം, ദാലിന് ഫത്ഹാൻ, ഖദർ എന്നാണ് വായിക്കേണ്ടത്, ഖദർ അല്ല. അള്ളാഹുവിന്റെ ഖദറിൽ, വിധിയിൽ വിശ്വസിക്കുക എന്നുള്ളത് ഈമാനിന്റെ 6-ാമത്തെ റുക്നാണ്. എന്താണ് ഖദറിലുള്ള വിശ്വാസം എന്ന് പറയുന്നത്? ഖദറിലുള്ള വിശ്വാസം 4 കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. അതിനു മുമ്പ് എന്തുകൊണ്ടാണ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് ഇവിടെ കഴിഞ്ഞ ബാബ് അള്ളാഹുവിനെ കുറിച്ചുള്ള സൂഉദ്ദന്നിനെ കുറിച്ചായിരുന്നു, അള്ളാഹുവിനെ കുറിച്ച് ചീത്ത ധാരണ വെച്ച് പുലർത്തുന്നതിനെ കുറിച്ചായിരുന്നു കഴിഞ്ഞ ബാബ്. അതിനുശേഷം ഈ ബാബ് കൊടുക്കാനുള്ള കാരണം എന്താണ്? പണ്ഡിതന്മാർ പറയുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള സൂഉദ്ദന്നിൽപ്പെട്ടതാണ് ഖദർ നിഷേധിക്കുക എന്നുള്ളത്. കാരണം അള്ളാഹു തആല ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചു, മനുഷ്യനെ സൃഷ്ടിച്ചു. അങ്ങനെ ഇരിക്കെ ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് എന്ന് അറിയാതിരിക്കുക എന്നുള്ളത് സൃഷ്ടാവിന് ഒരു കുറവാണ്, ന്യൂനതയാണ്. താൻ സൃഷ്ടിച്ചത് എന്താണ്, ആ സൃഷ്ടികൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്നവൻ അറിയില്ല എന്ന് പറഞ്ഞാൽ അത് ഒരു കുറവാണ്. അതുകൊണ്ടാണ് മുൻഗാമികളായ ചില പണ്ഡിതന്മാർ പറഞ്ഞത്, ജാദിലു അൽ ഖദരിയ്യ ബിൽ ഇൽം. ഖദർ നിഷേധികളോട് നിങ്ങൾ അള്ളാഹുവിന്റെ ഇൽമു കൊണ്ട് തർക്കിക്കുക. അവർ തർക്കിക്കാൻ വന്നാല് അള്ളാഹുവിന്റെ ഇൽമിനെ പറ്റി അവരോട് ചോദിക്കുക, എന്താണ് അള്ളാഹുവിന്റെ ഇൽമിനെ കുറിച്ചുള്ള നിന്റെ അഭിപ്രായം? അള്ളാഹുവിന്റെ ഇൽമു പൂർണ്ണമാണോ അപൂർണമാണോ? വൈൻ അഖറു ഖുസിമു. അള്ളാഹുവിന്റെ ഇൽമു പൂർണ്ണമാണ് എന്നവർ സമ്മതിച്ചാൽ അവർ തോറ്റു. കാരണം ഈ ലോകത്ത് സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ അതാ ഇൽമിൽപ്പെട്ടതാണോ? അല്ല എന്ന് പറഞ്ഞാൽ അത് അപൂർണമാണ്, അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ പുറത്താണ്, അള്ളാഹുവിന്റെ ഇൽമിൽ പെടാത്ത ചില കാര്യങ്ങൾ ഉണ്ട് എന്നർത്ഥം. വഇൻ അൻകറു കഫറു. അള്ളാഹുവിന്റെ ഇൽമിനെ അവർ നിഷേധിച്ചാൽ, അള്ളാഹുവിന്റെ ഇൽമിൽ നിന്ന് കുറച്ചെങ്കിലും നിഷേധിച്ചാൽ, അള്ളാഹുവിനെ അറിയാത്തതായി എന്തെങ്കിലും ഒന്നുണ്ട് എന്ന് പറഞ്ഞാൽ കഫറു, അവർ കാഫിറായി എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞതായി ഇമാം ഷാഫിഈലൊക്കെ ചേർത്തി പറഞ്ഞതായി കാണാം. അപ്പൊ അള്ളാഹുവിന്റെ മഹത്വത്തിന് ചേരാത്ത കാര്യമാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള സൂഉദ്ദന്നാണ് അവന് ഭാവി അറിയില്ല എന്ന് പറയുന്നത്. അതാണല്ലോ ഖദരിയാക്കളുടെ വാദം, ഖദർ നിഷേധികളുടെ വാദം. അതുകൊണ്ടാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള സൂഉദ്ദന്ന്, ളന്നുൽ ജാഹിലിയ്യ, അതിനെക്കുറിച്ച് പറഞ്ഞ അധ്യായം കഴിഞ്ഞിട്ട് ഈ ബാബ് ഇവിടെ കൊടുത്തത്. ഇനി കിതാബ് തൗഹീദിൽ ഖദറിന്റെ പ്രസക്തി എന്താണ്? കിതാബ് തൗഹീദ് ആണല്ലോ നമ്മുടെ കിതാബ്. ഇതിൽ ഖദറിനെ കുറിച്ചുള്ള ഒരു അധ്യായം കൊടുക്കാനുള്ള കാരണം എന്താണ്? അത് വളരെ വ്യക്തമാണ്. കാരണം തൗഹീദിന്റെ അടിസ്ഥാനമാണ് ഖദർ എന്ന് പറയുന്നത്. ഖദറിൽ ഒരാൾക്ക് വിശ്വാസമില്ലെങ്കിൽ അവന്റെ തൗഹീദ് തകർന്നു. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞതായി കാണാം, അൽ ഖദറു നിളാമുത് തൗഹീദ്. തൗഹീദിന്റെ അടിത്തറയാണ് ഖദർ. നിളാം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു മാലയൊക്കെ ഉണ്ടാക്കുമ്പോ അതിൽ മുത്ത് കോർക്കുന്ന ആ ചരടിനാണ് നിളാം എന്ന് പറയുന്നത്. അപ്പൊ തൗഹീദ്, നമ്മുടെ അഖീദ, ഈ മാലയിലെ മുത്തുമണികളോട് ഉപമിച്ചാൽ അത് കെട്ടിപ്പടുത്തിട്ടുള്ള അതിന്റെ അടിസ്ഥാനം, ആ ചരടാണ് ഖദർ എന്ന് പറയുന്നത്. ഖദറിൽ ഒരാൾക്ക് വിശ്വാസമില്ലെങ്കിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫമൻ കദ്ദബ ബിൽ ഖദർ, ആരാണോ ഖദർ നിഷേധിച്ചത്, നഖല തക്ദീബുഹു തൗഹീദഹു, ആ കളവാക്കൽ, ഖദർ നിഷേധം അവന്റെ തൗഹീദിനെ ദുർബലപ്പെടുത്തിയിരിക്കുന്നു. അവന് പിന്നെ മുവഹിദല്ല, മുസ്ലിമല്ല. കാരണം നമുക്കറിയാം ഈമാൻ കാര്യത്തിൽ 6-ാമത്തേതാണ്. ഈമാൻ കാര്യത്തിൽ ഏതെങ്കിലും ഒന്നില്ലെങ്കിൽ അവൻ കാഫിറാണ്. അതുകൊണ്ട് തന്നെ തൗഹീദിന്റെ, ഇസ്ലാമിന്റെ അടിത്തറയാണ് അൽ ഈമാനു ബിൽ ഖദർ എന്ന് പറയുന്നത്. ഇനി ഖദറിലുള്ള വിശ്വാസത്തെ കുറിച്ച് അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാർ വിശദമായി പഠിപ്പിച്ചിട്ടുണ്ട്. 4 കാര്യങ്ങളാണ് അൽ ഈമാനു ബിൽ ഖദർ എന്നതിൽ ഉൾപ്പെടുന്നത്. ഒന്നാമത്തേത് അൽ ഈമാനു ബി ഇൽമില്ലാഹി സാബിഖ്, അള്ളാഹുവിന്റെ അനാദിയായ ഇൽമിലുള്ള വിശ്വാസം, തുടക്കമില്ലാത്ത അറിവ്. അള്ളാഹുവിന്റെ ഇൽമിന് ഒരു തുടക്കമില്ല. നമ്മുടെ ഇൽമ് എങ്ങനെയാണ്? നമ്മുടെ ഇൽമിന് ഒരു തുടക്കമുണ്ട്, അതിന് ഒരു അവസാനവുമുണ്ട്. നമ്മൾ അറിയാത്ത കാര്യങ്ങളാണ് നമ്മൾ അറിയുന്നത്. അഖ്റജകും മിൻ ബുത്തൂനി ഉമ്മഹാത്തിക്കും ലാ തഅലമൂന ശൈഅ. ഒന്നും അറിയാത്തവരായിക്കൊണ്ടാണ് നിങ്ങളെ പുറത്തു കൊണ്ടുവന്നത്, ജനിപ്പിച്ചത്.
അതിനുശേഷം നമ്മൾ അറിവ് നേടുന്നു, പിന്നീട് ആ അറിവ് നമുക്ക് നഷ്ടപ്പെടുന്നു, നമ്മൾ മറന്നുപോകും നമ്മുടെ അറിവുകൾ പലതും. അതിനിടയിലുള്ള ദുർബലമായ ഒരു അറിവ് മാത്രമാണ് നമ്മുടേത്. എന്നാൽ അള്ളാഹുവിന്റെ ഇൽമോ അതിൽ ഇങ്ങനൊരു അവസ്ഥയില്ല, അറിവില്ലായ്മ എന്നൊരവസ്ഥയില്ല. ഇതാണ് ഒന്നാമത്തെ കാര്യം. അപ്പൊ അള്ളാഹു തആല നേരത്തെ കൂട്ടി അറിഞ്ഞിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും, ഈ ലോകത്ത് നടക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം. രണ്ടാമത്തെ കാര്യം ഈമാൻ ബിൽ ഖദർ എന്ന് പറയുമ്പോൾ രണ്ടാമതായി വിശ്വസിക്കേണ്ടത് അൽ കിതാബ. അള്ളാഹു തആല ഈ അറിഞ്ഞ കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് നടക്കാനിരിക്കുന്ന ഓരോ കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ട്. അത് ഹദീസിൽ വന്നതായിട്ട് കാണാം. ഖദ്ദറ അല്ലാഹുൽ മഖാദീർ ഖബ്ല അൻ യഖ്ലുഖ അസ്സമാവാതി വൽ അർദ ബി 50,000 സന. 50,000 വർഷങ്ങൾ മുമ്പ്, ആകാശഭൂമികൾ സൃഷ്ടിക്കുന്നതിന്റെ 50,000 വർഷങ്ങൾ മുമ്പ് അല്ലാഹു തആല എല്ലാ ഖദറുകളും നിശ്ചയിച്ചിട്ടുണ്ട്, അത് എഴുതി വെച്ചിട്ടുണ്ട് എന്ന് ഹദീസിൽ ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. ഇന്ന അവ്വല മാ ഖലഖ അല്ലാഹു തആല അൽ ഖലം. അല്ലാഹു തആല പേനയെ സൃഷ്ടിച്ചു. ഫഖാല ലഹു, എന്നിട്ട് ആ പേനയോട് പറഞ്ഞു, ഉക്തുബ്, നീ എഴുതുക. ഫജറാ ഫീ തിൽക സഅതി ബിമാ ഹുവ കായിനുൻ ഇലാ യൗമിൽ ഖിയാമ. ഖിയാമത്ത് നാൾ വരെ സംഭവിക്കാനുള്ള എല്ലാ സംഭവങ്ങളും ആ സമയത്ത് പേന എഴുതി വെച്ചു കഴിഞ്ഞു. ഇതാണ് രണ്ടാമത്തെ കാര്യം. അള്ളാഹുവിന്റെ ആ അനാദിയായ അനന്തമായ ഇൽമ് അത് അല്ലാഹു തആല എഴുതി വെച്ചിട്ടുണ്ട്. മൂന്നാമത്തെ മർത്തബ അൽ ഈമാൻ ബിൽ ഖദർ എന്നതിന്റെ മൂന്നാമത്തെ കാര്യം മശീഅത്തുല്ലാഹി തആല, അള്ളാഹുവിന്റെ മശീഅത്ത്. അള്ളാഹു എഴുതി വെച്ച ഈ കാര്യങ്ങൾ അവന്റെ മശീഅത്തിന്റെ അഥവാ ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംഭവിക്കുന്നത്. മശീഅത്ത് എന്ന് പറഞ്ഞാൽ ഉദ്ദേശം. അള്ളാഹു ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കുകയുള്ളൂ. അതാണ് മശീഅത്തിലുള്ള വിശ്വാസം. നാലാമത്തേത് ഖൽഖുല്ലാഹി തആല, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ്. അള്ളാഹു ഉദ്ദേശിക്കുന്നു, നമ്മളത് ചെയ്യുന്നു എന്നല്ല. നമ്മുടെ ഓരോ പ്രവൃത്തിയും അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിയാണ്. നമ്മൾ ഭക്ഷണം കഴിച്ചു, ആ പ്രക്രിയ, ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. ഇതാണ് ഖദറിലുള്ള വിശ്വാസത്തിന്റെ 4 മർത്തബകൾ. ഇതിൽ 4ഉം വിശ്വസിച്ചാലേ നമ്മൾ ഖദറിൽ വിശ്വസിച്ചു എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അതിലേതെങ്കിലും ഒന്ന് ഒരാൾ അവിശ്വസിച്ചാൽ അവൻ മുബ്തദിഅാണ്, ളാലാണ്, അഹ്ലുസുന്നത്തിന്റെ അഖീദയിൽ നിന്ന് പിഴച്ചുപോയി. എന്നാൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അള്ളാഹുവിന്റെ ഇൽമിനെ കുറിച്ചുള്ള വിശ്വാസമാണ്. അള്ളാഹുവിന്റെ ഇൽമ് ഒരാൾ നിഷേധിച്ചാൽ, നേരത്തെ കൂട്ടി അള്ളാഹു അറിഞ്ഞിട്ടുണ്ട് എന്നത് നിഷേധിച്ചാൽ അവൻ കാഫിറാണ്, മുബ്തദി അല്ല, ഇസ്ലാമിൽ തന്നെ പുറത്താണ്. കാരണം അത് അള്ളാഹുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിഫത്തിനെ, വിശേഷണത്തെ അവർ നിഷേധിക്കുകയാണ്, ഇൽമ് എന്നുള്ള വിശേഷണം. ഇൽമില്ലാത്തവനാണ് റബ്ബ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ റബ്ബിന്റെ ഇൽമിൽ എന്തെങ്കിലും കുറവുണ്ട് എന്ന് പറഞ്ഞാൽ നഊദു ബില്ലാഹ്, അതോടുകൂടി അവൻ കാഫിറായി. അതുകൊണ്ടാണ് ഖദരിയാക്കൾ മജൂസു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലേക്ക് ചേർത്തി പറയുന്ന മജൂസികളാണെന്ന് പറയുന്നത്. അവർ മുസ്ലിമാണെന്ന് വാദിക്കുന്നു, പക്ഷെ യഥാർത്ഥത്തിൽ അവർ മജൂസികളാണ് എന്ന് മുൻഗാമികൾ പറഞ്ഞതായിട്ട് കാണാം. അപ്പോൾ ഖദരിയാക്കൾ കാഫിറുകളാണ്, ഖദറിനെ നിഷേധിക്കുന്ന ഗുലൂവുള്ള ഖദരിയാക്കൾ, അഥവാ അള്ളാഹുവിന്റെ ഇൽമ് തന്നെ നിഷേധിക്കുന്നവർ. എന്നാൽ അള്ളാഹുവിന്റെ മശീഅത്ത് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഖൽഖ് നിഷേധിക്കുന്ന മുബ്തദിഅകളുണ്ട്. ഉദാഹരണത്തിന്, നമ്മുടെ പ്രവൃത്തികളൊന്നും അള്ളാഹു സൃഷ്ടിക്കുന്നതല്ല, അത് അള്ളാഹുവിന്റെ സൃഷ്ടി എന്ന് പറയാൻ പാടില്ല. അള്ളാഹു എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ചെയ്യുന്ന ഈ പ്രവൃത്തി, ഞാൻ സംസാരിക്കുന്നു, ഈ സംസാരം അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിയാണ് എന്ന് പറയാൻ പാടില്ല എന്ന് പറഞ്ഞവരാണ് മുഅ്തസിലിയാക്കൾ. അതുകൊണ്ട് തന്നെ അവരെ ആരും കാഫിറാക്കുന്നില്ല. അതുപോലെ തന്നെ അശ്അരിയാക്കൾ, അശ്അരികൾക്ക് ഖദറിന്റെ വിഷയത്തിൽ തെറ്റുപറ്റിയിട്ടുണ്ട്. അവരുടെ വിശ്വാസം മനുഷ്യൻ ലാഹിറായിട്ട് മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ ബാത്തിനായിട്ട് ഉള്ളിൽ അവൻ അള്ളാഹുവിന്റെ വിധിക്ക് സ്വയം തെരഞ്ഞെടുക്കാനുള്ള അധികാരമില്ലാത്തവനാണ്. അഹ്ലുസുന്നത്തിന്റെ അഖീദ ഈ ഖദറിന്റെ 4 കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ മനുഷ്യൻ അല്ലാഹു തആല ഇഖ്തിയാർ നൽകിയിട്ടുണ്ട്, നന്മയും തിന്മയും തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം. ഭൗതികമായ കാര്യങ്ങൾ തന്നെ ചെയ്യണോ വേണ്ടേ എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഇതും അല്ലാഹു നൽകിയിട്ടുണ്ട്. അപ്പോ അശരികൾ പറയുന്നത് ബാഹ്യമായിട്ട് നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, പക്ഷേ യഥാർത്ഥത്തിൽ ഉള്ളിൽ നമുക്ക് സ്വാതന്ത്ര്യമില്ല. ഇങ്ങനെ ഒരു വികൃതമായ വാദമാണ് അവരുടെ. അതൊക്കെ ബിദ്അത്തുകളാണ്, ദലാലത്തുകളാണ്. അഹ്ലുസുന്നത്തിന്റെ അഖീദ ഈ 4 കാര്യങ്ങളും വിശ്വസിക്കുക എന്നുള്ളതാണ്. ഇതാണ് ഖദറിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഈ അധ്യായം നമുക്ക് വായിച്ചു നോക്കാം. വഖാല ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ വല്ലദീ നഫ്സു ഇബ്നു ഉമർ ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനാണ് സത്യം. ലൗ കാന ലി അഹദിഹിം മിസ്ല ഉഹുദിൻ ദഹബൻ, ഒരാൾക്ക് ഉഹദ് മലയുടെ അത്രയും സ്വർണം കയ്യിലുണ്ടെങ്കിൽ, ثم انفقه في سبيل الله, അതെല്ലാം അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ സദഖ ചെയ്തു, മാ ഖബിലഹു അല്ലാഹു മിൻഹു, അല്ലാഹു അത് അവനിൽ നിന്ന് സ്വീകരിക്കുകയില്ല, ഹത്താ യുഅ്മിന ബിൽ ഖദർ, ഖദറിൽ വിശ്വസിക്കുന്നത് വരെ. അല്ലാഹുവിന്റെ വിധിയിൽ വിശ്വസിക്കാത്ത ഒരാളിൽ നിന്ന്
അള്ളാഹു സ്വീകരിക്കുകയില്ല. എന്താണ് അതിനർത്ഥം? ഖദറിൽ വിശ്വസിക്കാത്തവൻ കാഫിറാണ്, ഖദരിയാക്കൾ കാഫിറാണെന്നതിന്റെ തെളിവാണ് ഈ ഹദീസ്, ഈ അസർ. കാരണം അള്ളാഹു ഒരാളുടെ അമൽ സ്വീകരിക്കാതിരിക്കപ്പോഴാണ് അവൻ കാഫിറായാൽ, അല്ലെങ്കിൽ ആ അമലിൽ എന്തെങ്കിലും ന്യൂനത ഉണ്ടാകണം. ഇവിടെ സ്വതക്ക ചെയ്യാന്നുള്ള അമലിൽ അതൊരു ന്യൂനതയില്ല. പിന്നെ വർദ്ധാൻ പറഞ്ഞ എന്താണ്? ഖദറിൽ അവർ വിശ്വസിക്കാത്തിടത്തോളം അള്ളാഹു അത് സ്വീകരിക്കുകയില്ല. അപ്പൊ അള്ളാഹുവിന്റെ സാബിഖായ ഇൽമ്, മുൻകടന്ന ഇൽമ്, അതിനെ നിഷേധിക്കുക എന്നുള്ളത് കുഫറാണ്. ثم استدل بقول النبي صلى الله عليه وسلم. എന്നിട്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ഹദീസ് തെളിവ് പിടിച്ചു. എന്താണ് ഹദീസ്? അൽ ഈമാനു അൻ തുഅ്മിന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി വൽയൗമിൽ ആഖിർ വതുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വശർരിഹി. ഈ ഹദീസ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ പറഞ്ഞു കൊടുത്തു. അടുത്ത അസർ عن عبادة بن صامت رضي الله عنه أنه قال لابنه. عبادة بن صامت رضي الله عنه തന്റെ മകനോട് പറഞ്ഞു, യാ ബുനയ്യ, എന്റെ മോനെ, ഇന്നക ലൻ തജിദ തഅമൽ ഈമാൻ, ഈമാന്റെ മധുരം നിനക്ക് അനുഭവിക്കാൻ കഴിയുകയില്ല. ഏതുവരെ? ഹത്താ തഅലമ അന്ന മാ അസാബക ലം യകുൻ ലിയുഖ്തിഅക, നീ മനസ്സിലാക്കുന്നത് വരെ. എന്താണ് മനസ്സിലാക്കേണ്ടത്? നിന്നെ ബാധിച്ച മുസീബത്തുകൾ അത് നിന്നെ ബാധിക്കാതെ തെറ്റിപ്പോകാനുള്ളതായിരുന്നില്ല, നിനക്കുള്ളത് തന്നെയായിരുന്നു. നിന്നെ ബാധിക്കാൻ അള്ളാഹു വിധിച്ചതാണ്, അത് നീ അർഹിക്കുന്നതാണ് എന്ന് വിശ്വസിക്കുന്നത് വരെ ഈമാന്റെ മധുരം നീ അറിയുകയില്ല. വമാ അഖ്തഅക ലം യകുൻ ലിയുസീബക, നിന്നെ വിട്ടുകടന്നുപോയ കാര്യങ്ങൾ, ഒരു മുസീബത്ത് നമ്മൾ ബാധിക്കാതെ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നന്മ നമ്മൾ ബാധിക്കാതെ നമുക്ക് നഷ്ടപ്പെട്ടു പോയി, അങ്ങനെ നമ്മിൽ നിന്ന് അകന്നുപോയ കാര്യം അത് നിന്നെ ബാധിക്കാൻ വന്നതല്ല, നിന്നെ തേടി വന്നതല്ല. അള്ളാഹുവിന്റെ ഖദർ അത് നിന്നിൽ നിന്ന് അകന്നു പോകാനാണ് എന്നും വിശ്വസിക്കുന്നത് വരെ ഈമാന്റെ മധുരം നീ അറിയുകയില്ല. എന്നിട്ട് ഹദീസ് പറഞ്ഞു കൊടുത്തു, സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ഇന്ന അവ്വല മാ ഖലഖല്ലാഹുൽ ഖലം, അള്ളാഹു ആദ്യം സൃഷ്ടിച്ചത് പേനയാണ് എന്ന് ആ വാചകത്തിന് അർത്ഥം പറഞ്ഞവരുണ്ട്. നേരെ മറിച്ച് അള്ളാഹു പേന സൃഷ്ടിച്ചപ്പോൾ ഉടനെ പേനയോട് പറഞ്ഞു, ഫഖാല ലഹു, അതിനോട് പറഞ്ഞു, ഉക്തുബ്, നീ എഴുതുക എന്ന് പറഞ്ഞു. അവ്വല എന്നുള്ള പ്രയോഗം അപ്പോൾ എന്നുള്ള അർത്ഥത്തിൽ, ഒരു കാര്യം ചെയ്തിട്ട് ഉടനെ എന്നുള്ള അർത്ഥത്തിൽ, ആ കാര്യം ചെയ്തിട്ട് പിന്നെ ആദ്യം സംഭവിച്ചത് ഇന്നതാണ് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കും. ആ അർത്ഥമാണ് ഇവിടെ എന്നാണ് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്. അപ്പൊ പേനയെ സൃഷ്ടിച്ചിട്ട് അള്ളാഹു പേനയോട് പറഞ്ഞു, നീ എഴുതുക. ഫഖാല, പേന പറഞ്ഞു, റബ്ബി വമാദ അക്തുബ്, ഈ പേന എങ്ങനെയായിരിക്കും, അതെങ്ങനെയാണ് സംസാരിച്ചത്, ഇതൊന്നും നമ്മുടെ ബുദ്ധിയുടെ പരിധിയിൽപ്പെട്ട കാര്യങ്ങളല്ല. അതെന്താണോ വഹയിൽ വന്നത്, ഹദീസിൽ വന്നത്, അതപ്പാടെ വിശ്വസിക്കാനേ സാധിക്കുകയുള്ളൂ. എന്താണ് എഴുതേണ്ടത്? ഖാല, അല്ലാഹു തആല പറഞ്ഞു, ഉക്തുബ് മഖാദീറ കുല്ലി ഷൈഇൻ ഹത്താ തഖൂമ അസ്സാഅ, അന്ത്യദിനം വരെയുള്ള എല്ലാ വസ്തുക്കളുടെയും വിധികൾ എഴുതി വെക്കുക എന്ന് പറഞ്ഞു. എന്നിട്ട് ഉബാദത്ത് ഇബ്നു സാമിത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ ബുനയ്യ സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു, മൻ മാത അലാ ഗൈരി ഹാദാ ഫലൈസ മിന്നി, ഈ വിശ്വാസത്തോടെ അല്ല ഒരാൾ മരിച്ചു പോകുന്നതെങ്കിൽ ഫലൈസ മിന്നി, അവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞു. وفي رواية لأحمد، إمام أحمد رواية إن أول ما خلق الله تعالى القلم فقال له اكتب فجرى في تلك الساعة بما هو كائن إلى يوم القيامة. ഏകദേശം ഇതേ അർത്ഥത്തിൽ മറ്റൊരു ലഫ്ള് ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് ഉദ്ധരിച്ചിട്ടുള്ളത്. وفي رواية لابن وهب رحمه الله قال رسول الله صلى الله عليه وسلم فمن لم يؤمن بالقدر خيره وشره أحرقه الله بالنار. ആരാണോ ഖദറിൽ വിശ്വസിക്കാത്തത്, നന്മയും തിന്മയുമായ എല്ലാ സംഭവങ്ങളും ഖദറിന്റെ ഭാഗമാണ് എന്ന് വിശ്വസിക്കാത്തത്, അഹ്റഖഹുല്ലാഹു ബിന്നാർ, അള്ളാഹു അവനെ തീ കൊണ്ട് ശിക്ഷിക്കും. വഫിൽ മുസ്നദി വസ്സുനൻ, അപ്പൊ ഈ പറഞ്ഞ അസർ അല്ലെങ്കിൽ ഹദീസിൽ പേനയാണ് ആദ്യം സൃഷ്ടിച്ചത് എന്ന് തോന്നും, ഇന്ന അവ്വല മാ ഖലഖല്ലാഹുൽ ഖലം എന്ന് തോന്നാം. എന്നാൽ ശരിയായ അഭിപ്രായം അർശാണ് അള്ളാഹു ആദ്യം സൃഷ്ടിച്ചത് എന്നാണ്. കാരണം ഒരു ഹദീസിൽ നേരത്തെ നമ്മൾ പറഞ്ഞ 50,000 വർഷം മുമ്പേ അള്ളാഹു തആല വിധി തീരുമാനിച്ചു എന്നതിന്റെ ആ റിവായത്തിൽ ഇങ്ങനെ കാണാം, ഖദ്ദറ അല്ലാഹുൽ മഖാദീറ ഖബ്ല അൻ യഖ്ലുഖ അസ്സമാവാതി വൽ അർദ് ബി 50,000 സന വകാന അർശുഹു അലൽ മാ, അള്ളാഹുവിന്റെ അർശ് വെള്ളത്തിന് മുകളിലായിരുന്നു എന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പൊ അർശ് അന്നേയുണ്ട്. ഇതാണ് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ നൂനിയിൽ പറഞ്ഞു, വന്നാസു മുഖ്തലിഫൂന ഫിൽ ഖലമിൽ ലദി കുതിബൽ ഖളാഉ ബിഹി മിനദ് ദയ്യാനി, അല്ലാഹു വിധി രേഖപ്പെടുത്തിയ, അല്ലാഹുവിന്റെ ഖദർ രേഖപ്പെടുത്തിയ ആ പേനയുടെ കാര്യത്തിൽ ആളുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, പണ്ഡിതന്മാർക്കിടയിൽ ഇഖ്തിലാഫുണ്ട്. ഹൽ കാന ഖബ്ല അൽ അർശി ഔ ഹുവ ബഅദഹു ഖൗലാനി ഇൻദ അബിൽ അല അൽ ഹമദാനി, അബുൽ അല അൽ ഹമദാനി റഹിമഹുല്ലാഹ് അദ്ദേഹം രണ്ട് അഭിപ്രായമുണ്ട് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വൽ ഹഖ്ഖു അന്നൽ അർശ ഖബ്ലു ലിഅന്നഹു ഖബ്ല അൽ കിതാബതി കാന ദാ അർകാനി, ഹഖ് ഈ വിഷയത്തിലുള്ള ശരിയായ അഭിപ്രായം
അർഷ് നേരത്തെയുണ്ട് എന്നുള്ളതാണ്. കാരണം വിധി എഴുതുന്ന സമയത്ത് അർഷുണ്ട് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഖദറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇനി അടുത്ത ബാബ്, ബാബു മാ ജാഅ ഫിൽ മുസവ്വിരീൻ, രൂപങ്ങൾ ഉണ്ടാക്കുന്നവരെ കുറിച്ച് വന്നിട്ടുള്ള ബാബ്. കിതാബ് തൗഹീദിലെ 61ാമത്തെ ബാബാണ്. ഈ അധ്യായം എന്തുകൊണ്ടാണ് കിതാബ് തൗഹീദിൽ കൊടുത്തത്? രൂപങ്ങൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ച്, ബിംബങ്ങൾ, ചിത്രങ്ങൾക്ക് ഉണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള അധ്യായം. എന്തുകൊണ്ടാണ് ഈ അധ്യായം കിതാബ് തൗഹീദിൽ കൊടുത്തത്? 2 കാരണങ്ങളാണ് ഉലമാക്കൾ പറയുന്നത്. ഒന്ന്, രൂപങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ അള്ളാഹുവിനെ അനുകരിക്കാൻ ശ്രമിക്കുന്നവരാണ്. അള്ളാഹു തആലയുടെ സിഫത്താണ് തസ്വീർ എന്നുള്ളത്, രൂപമുണ്ടാക്കുക എന്നുള്ളത്. ഹുവല്ലദീ യുസവ്വിറുക്കും ഫിൽ അർഹാം, ഗർഭപാത്രങ്ങളിൽ വെച്ച് നിങ്ങൾക്ക് രൂപം നൽകുന്നവൻ അള്ളാഹു ആകുന്നു. അൽ മുസവ്വിർ അള്ളാഹുവിന്റെ ഇസ്മാൻ, രൂപമുണ്ടാക്കുക എന്നുള്ളത്. അപ്പൊ അള്ളാഹുവിന്റെ ആ സിഫത്തിൽ കൈകടത്താൻ ശ്രമിക്കുന്നതാണ് രൂപമുണ്ടാക്കുന്ന പ്രവൃത്തി. അതാണ് ഒന്നാമത്തെ കാരണം. അത് സ്വാഭാവികമായും തൗഹീദിനെതിരാണ്. 2ാമത്തെ കാരണം, രൂപങ്ങൾ, ചിത്രങ്ങൾ എന്നുള്ളത് ഷിർക്കിന്റെ ഒരു വസീലയാണ്, ഷിർക്കിലേക്ക് എത്തിക്കുന്ന ഒരു മാർഗമാണ്, ഒരു വഴിയാണ്. ചരിത്രത്തിൽ എപ്പോഴൊക്കെ ഷിർക്കുണ്ടായിട്ടുണ്ടോ അതിന് പിന്നിൽ ഒരു ബിംബം, ഒരു ചിത്രം ഉണ്ടായിരിക്കും. അതില്ലാതെ ഷിർക്ക് ചെയ്യുന്നത് അപൂർവമാണ്. നമുക്കറിയാം, നൂഹ് അലൈഹിസ്സലാമിന്റെ സമുദായത്തിൽ ആദ്യമായി ഷിർക്കുണ്ടായത് എങ്ങനെയാണ്? ആദം നബി അലൈഹിസ്സലാമിന്റെ മക്കളൊക്കെ തൗഹീദിലായിരുന്നു. പിന്നെ ഷിർക്ക് എങ്ങനെയാണ് ആദ്യമായി വന്നത്? അവരുടെ കൂട്ടത്തിലെ സ്വാലിഹീങ്ങളായ ആളുകളുണ്ടായിരുന്നു, വദ്ദും സുവാഉം ഒക്കെ. അവരുടെ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചു, പിന്നീട് അതിനെ ആരാധിക്കാൻ തുടങ്ങി. അതുപോലെ ബനൂ ഇസ്രായേൽ അമ്പിയാക്കളുടെ സമുദായമാണ്, നിരവധി അമ്പിയാക്കൾ വന്നിട്ടുള്ള സമുദായമാണ്. അവരെങ്ങനെയാണ് വഴിപഴിച്ചു പോയത്? ഇദാ മാത ഫീഹിമുർ റജുലു സ്വാലിഹ് സവ്വറൂ ലഹു സുവർ, അവരുടെ കൂട്ടത്തിൽ ഒരു സ്വാലിഹായ മനുഷ്യൻ മരിച്ചാൽ അവര് രൂപങ്ങൾ ഉണ്ടാക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ശപിച്ചുകൊണ്ട് പറഞ്ഞ കാര്യമാണ്. അപ്പോ ഈ രൂപങ്ങൾ, ബിംബങ്ങൾ എന്നുള്ളത് ശിർക്കിലേക്കുള്ള വഴിയാണ്. ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് കിതാബ് തൗഹീദിൽ ഇങ്ങനെ ഒരു ബാബ് ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി തസ്വീറിന്റെ ഹുക്ം എന്താണ്? രൂപമുണ്ടാക്കുന്നതിന്റെ ഹുക്ം എന്താണ്? നമുക്ക് ഹദീസുകൾ വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാകും. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നു, മൻ അസ്ലമു മിമ്മൻ ദഹബ യഖ്ലുഖു കഖൽഖി, ഞാൻ സൃഷ്ടിച്ചതുപോലെ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവനേക്കാൾ വലിയ അക്രമി ആരാണ്? ഫൽയഖ്ലുഖു ദർറതൻ, അങ്ങനെ ശ്രമിക്കുന്നവർ ഒരു ചെറിയ ഉറുമ്പിനെയെങ്കിലും സൃഷ്ടിക്കട്ടെ. ഔ ലിയഖ്ലുഖു ഹബ്ബതൻ, അല്ലെങ്കിൽ ഒരു ധാന്യമണിയെങ്കിലും സൃഷ്ടിക്കട്ടെ. ഔ ലിയഖ്ലുഖു ശഈറതൻ, അല്ലെങ്കിൽ ഒരു ബാർലിയുടെ ഒരു മണി അവർ സൃഷ്ടിക്കട്ടെ. ഇമാം ബുഖാരി, മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. അപ്പോ അല്ലാഹു തആല ശക്തമായി വിലക്കിയിട്ടുള്ള കാര്യമാണ് തസ്വീർ എന്നുള്ളത്. അല്ലാഹു തആല ചോദിക്കുകയാണ്, അവർക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ വസ്തുവിനെ സൃഷ്ടിക്കാൻ സാധിക്കുമോ? സാധിക്കുകയില്ല. സൃഷ്ടി എന്നുള്ളത് അള്ളാഹുവിന്റെ സിഫത്താണ്. ആ സിഫത്ത് എനിക്കുണ്ട് എന്ന് വാദിക്കുന്നത് പോലെയാണ് രൂപമുണ്ടാക്കുന്ന ഒരാൾ ചെയ്യുന്നത്. അങ്ങനെയുള്ള ആളുകൾക്ക് താക്കീതായിട്ടാണ് അല്ലാഹു തആല പറയുന്നത്, ഒരു ചെറിയ ബാർലിയുടെ മണിയെങ്കിലും സൃഷ്ടിക്കാൻ അവർക്ക് സാധിക്കുമോ? ചിലപ്പോൾ നമുക്കൊരു അരിമണിയുടെ രൂപം ഉണ്ടാക്കാൻ സാധിക്കും. ഇപ്പോ കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്ന അരിയൊക്കെ ഉണ്ട്. പക്ഷെ അത് അള്ളാഹു സൃഷ്ടിച്ച അരി പോലെയാണോ? അല്ല. അത് നിലത്തിട്ടാലും മുളക്കുവോ? മുളക്കുകയില്ല. അത് നിർജീവമായൊരു വസ്തുവാണ്. അപ്പൊ ജീവനുള്ള വസ്തുക്കളെ സൃഷ്ടിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ ഒരു സിഫത്താണ്. അത് അനുകരിക്കാൻ ശ്രമിക്കുന്നത് വലിയ കുറ്റകരമായ കാര്യമാണ്. ഈ ഹദീസിൽ വന്നതുപോലെ വമൻ അസ്ലം, അതിനേക്കാൾ വലിയ അക്രമി ആരുണ്ട് എന്നാണ് ചോദിച്ചത്. എന്നാൽ ഉലമാക്കൾ പറയുന്നത്, ഹദീസുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, തസ്വീറിന് പല മർത്തബകളുണ്ട്. തസ്വീർ കുഫറാകുന്ന തസ്വീറുണ്ട്, ഇസ്ലാമിൽ നിന്ന് പുറത്താകുന്ന തരത്തിലുള്ള തസ്വീറുണ്ട്, രൂപമുണ്ടാക്കൽ. അതെന്താണ്? 2 സന്ദർഭത്തിലാണ് തസ്വീർ കുഫറാവുക. ഒന്ന്, അള്ളാഹുവിന് പുറമെ ആരാധിക്കാൻ വേണ്ടി ഒരു ബിംബം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ആരാധിക്കാൻ വേണ്ടി ഒരു ചിത്രം ഉണ്ടാക്കുക, ഒരു ദൈവത്തിന്റെ ചിത്രം. അത് കുഫറാണ്. 2ാമത്തെ രൂപം, ഒരാളൊരു രൂപം ഉണ്ടാക്കിയിട്ട് ഒരു ബിംബമോ ഒരു ചിത്രമോ വരച്ചിട്ട് ഇത് അള്ളാഹുവിന്റെ സൃഷ്ടിയേക്കാൾ നല്ലതാണ്, ഭംഗിയുള്ളതാണെന്ന് പറയുക. ഇത് 2ഉം കുഫറാകുന്ന കാര്യമാണ്. ഷെയ്ഖ് സ്വാലിഹ് അൽ ഷെയ്ഖ് ഹഫിളഹുല്ലാ അദ്ദേഹത്തിന്റെ കിതാബ് തൗഹീദിന്റെ ശറഹിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഈ 2 രൂപങ്ങളാണ് കുഫറാകുന്നത്. അതിന് താഴെയുള്ള തസ്വീർ, ജീവനുള്ള വസ്തുക്കളെ വരക്കുന്നത്, അത് കബീറത്താണ്, വൻപാപമാണ്. കൈകൊണ്ട് വരക്കുന്ന ചിത്രങ്ങൾ, ജീവനുള്ള വസ്തുക്കളെ വരക്കുന്നത് കബീറത്താണ്. ഈ വിഷയത്തിൽ താബിഈങ്ങളുടെ കാലത്ത് ചെറിയൊരു ഇഖ്തിലാഫ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നത് അത് വൻപാപം തന്നെയാണ്, ഹറാമാണ്. അത് നിഴലുള്ളതാണെങ്കിലും
ഒരു പ്രതലത്തിലോ ഒരു വസ്ത്രത്തിലോ ഒരു പേപ്പറിലോ വരച്ചതാണെങ്കിലും ഇത് ഹറാമ് തന്നെയാണ്. ഇനി അതിനുശേഷം ഇപ്പൊ അടുത്ത കാലത്തുണ്ടായ ക്യാമറ കൊണ്ടുള്ള ഫോട്ടോഗ്രാഫി, അതിന്റെ ഹുക്ം എന്താണ്? ആ വിഷയത്തിൽ അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാർക്ക് രണ്ട് അഭിപ്രായമുണ്ട്. അഹ്ലുസുന്നത്തിന്റെ കിബാറുകളായ പണ്ഡിതന്മാർ തന്നെ ബഹുഭൂരിപക്ഷവും ഇത് ഹറാമാണ് എന്ന അഭിപ്രായക്കാരാണ്. ഷെയ്ഖ് ബിൻ ബാസ് റഹിമഹുല്ലാ, അതുപോലെ തന്നെ ഷെയ്ഖ് മുഹമ്മദ് നാസറുദ്ദീൻ അൽ അൽബാനി റഹിമഹുല്ലാ, ഇങ്ങനെയുള്ള അഹ്ലുസുന്നത്തിന്റെ ഇമാമിങ്ങൾ ജുംഹൂർ അവരിൽ ബഹുഭൂരിപക്ഷവും ഹറാമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഒരു ന്യൂനപക്ഷം ഷെയ്ഖ് സാലിഹ് അൽ ലുഹൈദാൻ, അതുപോലെ തന്നെ ഷെയ്ഖ് ബിൻ ഉസൈമീൻ റഹിമഹുല്ലാ, ഇങ്ങനെയുള്ള ചില പണ്ഡിതന്മാർ ക്യാമറ കൊണ്ടെടുക്കുന്ന ചിത്രം ഹറാമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരതിന് തെളിവ് പറഞ്ഞത് എന്താണ്? ചിത്രമുണ്ടാക്കുന്ന ആള് ഒരു ജോലിയും ചെയ്യുന്നില്ല, അയാളൊരു സ്വിച്ച് അമർത്തുന്നേ ഉള്ളൂ, അവിടെ തസ്വീർ എന്ന് പറയുന്ന ഒരു പ്രക്രിയ നടക്കുന്നില്ല എന്നാണ് അവർ പറഞ്ഞ ഒരു കാരണം. അതുപോലെ വേറെ ചില കാരണങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഹറാമാണെന്ന് പറയുന്ന പണ്ഡിതന്മാര് അതിന് മറുപടികൾ പറഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നാലും നമ്മൾ സാധാരണക്കാരായ ആളുകളാണ്. നമുക്ക് ഈ വിഷയത്തിലൊരു പഠനം നടത്തി തീരുമാനമെടുക്കാനുള്ള അറിവില്ലെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇഹ്തിയാത്ത്, നമ്മുടെ ദീനിന്റെ സുരക്ഷിതത്വമാണ് നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത്. ഹറാമാണ് ഈ കാര്യമെങ്കിൽ അതിന്റെ ഗൗരവം എത്രയാണ്? കബീറത്താണ്, വൻപാപമാണ്. അപ്പൊ ഒരു കബീറത്ത് ചെയ്യണോ അതല്ല ഇത് ഒഴിവാക്കുകയാണോ നല്ലത്? യാതൊരു സംശയവുമില്ല, ഒഴിവാക്കുന്നതാണ് നല്ലത് എന്നുള്ളത്. ഒരു 10% സാധ്യതയുണ്ട് ഇത് ഹറാമാകാൻ എന്നുണ്ടെങ്കിൽ നമ്മളത് ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത്. എന്നാൽ അതോടൊപ്പം തന്നെ ഇത് അനുവദിച്ചിട്ടുള്ള പണ്ഡിതന്മാർ അവർ ഇജ്തിഹാദിന്റെ അടിസ്ഥാനത്തിൽ ആണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അവരുടെ സ്ഥാനത്തിന് യാതൊരു കുറവും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് ആ മസ്അലയിൽ അവർക്ക് അവരുടേതായ ഇജ്തിഹാദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? ഒരു ആലിമ് ഇജ്തിഹാദ് ചെയ്തിട്ട് തെറ്റുപറ്റിയാൽ ഫലഹു അജ്ർ, അവനൊരു പ്രതിഫലമുണ്ട്. ഇജ്തിഹാദ് ചെയ്തതിന്, ഹക്ക് കണ്ടെത്താൻ വേണ്ടി പഠനം നടത്തിയതിന് പ്രതിഫലം ഉണ്ടാകുമെന്ന് മാത്രം. അപ്പൊ ഇതാണ് തസ്വീറുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. തസ്വീറിന് പല രൂപങ്ങളുണ്ട്. ഇത്തിഫാക്കായിട്ട് ഹറാമായ കുഫറായിട്ടുള്ള രൂപമുണ്ട്. അതുപോലെ തന്നെ ഏകദേശം ഇത്തിഫാക്കായിട്ടുള്ള വളരെ പ്രബലമായ അഭിപ്രായമാണ് വരക്കുന്നത് കബീറത്താണെന്ന കാര്യം. ക്യാമറയുടെ കാര്യത്തിൽ ഇഖ്തിലാഫുണ്ട്. അതിലും ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായം ഹറാമാണ് എന്ന് തന്നെയാണ്. എന്നാൽ ഹാജത്തിന്, ആവശ്യങ്ങൾക്ക് വേണ്ടി, ഇപ്പോ എന്തെങ്കിലും ഒരു ഫോമില് അല്ലെങ്കിൽ നമ്മുടെ പാസ്പോർട്ടിന് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് അത് പണ്ഡിതന്മാർ അനുവദിച്ചിട്ടുണ്ട്. ഹാജത്തിന് വേണ്ടി ഫോട്ടോ ഉപയോഗിക്കാം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതാണ് തസ്വീറിന്റെ മസ്അല. ഇനി ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ചില ഹദീസുകൾ നോക്കാം. വലഹുമ അൻ ആയിഷ റളിയല്ലാഹു അൻഹ, ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ്, ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ അശദ്ദു الناس عذابا يوم القيامه الذين يضاهئون بخلق الله. ഖിയാമത്ത് നാളിൽ ഏറ്റവും കടുത്ത ശിക്ഷ അല്ലാഹുവിന്റെ സൃഷ്ടിയെ അനുകരിക്കാൻ ശ്രമിക്കുന്നവരായിരിക്കും. ولهما عن ابن عباس رضي الله عنهما سمعت رسول الله صلى الله عليه وسلم يقول كل مصور في النار. ചിത്രമുണ്ടാക്കുന്നവരെല്ലാം നരകത്തിലാണ്. യുജ്അലു ലഹു ബികുല്ലി സൂറത്തിൻ സവ്വറഹാ നഫ്സുൻ യുഅദ്ദബു ബിഹാ ഫീ ജഹന്നം. അവൻ വരച്ച ഓരോ ചിത്രങ്ങൾക്കും അല്ലാഹു ജീവൻ നൽകിയിട്ട് നരകത്തിൽ അതിനെ കൊണ്ട് അവനെ ശിക്ഷിക്കും. ഇപ്പൊ ഒരു മൃഗത്തിന്റെ ചിത്രം വരച്ചിട്ടുണ്ടെങ്കിൽ ആ മൃഗത്തിനെ ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് അവനെ ശിക്ഷിക്കും നരകത്തിൽ വെച്ച്. വലഹുമാ അൻഹു മർഫൂഅൻ, ബുഖാരി മുസ്ലിമും തന്നെ ഉദ്ധരിച്ച ഹദീസ് കാണാം, മൻ സവ്വറ സൂറത്തൻ ഫി ദുനിയ, ദുനിയാവിൽ ആരാണോ ഒരു ചിത്രമുണ്ടാക്കിയത്, കുല്ലിഫ അൻ യൻഫുഖ ഫീഹ റൂഹ്, പരലോകത്ത് വെച്ച് അതിന് റൂഹ് ഊതാൻ അവനോട് പറയും, അതിന് ജീവൻ വെപ്പിക്കാൻ അല്ലാഹു അവനോട് കൽപ്പിക്കും. വലൈസ ബിനാഫിഖ്, അവനത് സാധിക്കുകയില്ല. അങ്ങനെ പറയുന്നത് എന്തിനാണ്? അവന്റെ ആ തെറ്റിന്റെ ഗൗരവം അവന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി, അവനെ വഷളാക്കാൻ വേണ്ടി അങ്ങനെ അല്ലാഹു തആല ചെയ്യും. വലി മുസ്ലിമിൻ അൻ അബിൽ ഹയ്യാജി, അബുൽ ഹയ്യാജ് റഹിമഹുല്ലാഹ് എന്ന താബിഈ, അദ്ദേഹം പറയുന്നു, ഖാല ലി അലിയുൻ, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു എന്നോട് പറഞ്ഞു, അലാ അബ്അസുക അലാ മാ ബഅസനി അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ എന്നെ ഏൽപ്പിച്ച ഒരു കാര്യം അത് ഞാൻ നിന്നെ ഏൽപ്പിക്കട്ടെ. എന്താണ്? അല്ലാ തദഅ സൂറതൻ ഇല്ലാ തമസ്തഹാ, ഒരു രൂപവും നീ മായ്ച്ചു കളയാതെ വിടരുത്, ഒരു ചിത്രവും മായ്ച്ചു കളയാതിരിക്കരുത്. വലാ ഖബ്റൻ മുശ്രിഫൻ ഇല്ലാ സവ്വൈതഹു, ഉയർന്നു നിൽക്കുന്ന ഒരു ഖബ്റും തട്ടി നിരത്താതിരിക്കരുത് എന്ന് പറഞ്ഞ് അലി റളിയല്ലാഹു അൻഹു ഏൽപ്പിച്ചു. അപ്പോൾ ഇതാണ് തസ്വീറുമായി ബന്ധപ്പെട്ട ഹദീസുകൾ. ഇനി തസ്വീർ, ഈ ക്യാമറ കൊണ്ടുള്ള തസ്വീർ, അതിനെക്കുറിച്ച് ഷെയ്ഖ് മുഹമ്മദ് ഇബ്രാഹിം ആൽ ഷെയ്ഖ് റഹിമഹുല്ലാഹ് പറഞ്ഞൊരു വാക്കുകൂടി ഞാൻ വായിക്കാം. ഇത് ക്യാമറ കൊണ്ടെടുക്കുന്നത് അത് വരക്കുന്നത് പോലെയല്ല എന്ന് പറയുന്ന ആളുകൾക്ക് ഷെയ്ഖ് പറഞ്ഞിട്ടുള്ള മറുപടിയാണ്. മുഹമ്മദ് ഇബ്രാഹിം ആൽ ഷെയ്ഖ് ബിൻ ബാസിന്റെ ഉസ്താദാണ്. അദ്ദേഹം പറഞ്ഞു, അത്തസ്വീറു ബിൽ ആലതി ഫീഹി ഇസ്തിഖ്റാറുൻ വബഖാ. കാരണം ഇദ്ദേഹം പറയാനുള്ള കാരണം,
ചില ആളുകൾ ക്യാമറ കൊണ്ടെടുക്കുന്ന ചിത്രം കണ്ണാടി നോക്കുന്നത് പോലെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള മറുപടിയാണ് അദ്ദേഹം പറയുന്നത്. അത്തസ്വീറു ബിൽ ആലതി ഫീഹി ഇസ്തിഖ്റാറുൻ വബഖാ. ചിത്രം അവിടെ തന്നെ നിൽക്കുന്നുണ്ട് ക്യാമറ കൊണ്ടെടുക്കുമ്പോൾ. വഅമ്മാ ബിൽ മിർആതി ഫലാ യബ്ഖാ വലാ യസ്തഖർ. കണ്ണാടിയിൽ ആ രൂപം അവിടെ നിൽക്കുന്നില്ല. കണ്ണാടി നോക്കിയ ആൾ അവിടെ നിന്ന് മാറിയാൽ ആ രൂപം മാഞ്ഞു പോകും. രണ്ടാമത്തേത് അന്ന തസ്വീറ ബിൽ ആലതി അൻ അമലിൻ വ മുആലജ. ക്യാമറ കൊണ്ട് ഫോട്ടോ എടുക്കാൻ കുറച്ച് അധ്വാനമുണ്ട്, കണ്ണാടി നോക്കുന്നത് പോലെയല്ല. പഴയ കാലത്തുള്ള ക്യാമറ നമുക്കറിയാം, അത് ആദ്യം അതിൽ ഫോട്ടോ എടുക്കണം, പിന്നെ അത് കഴുകണം, ഇങ്ങനെയുള്ള പണികളുണ്ടായിരുന്നു. വ മുആലജ ബിഖിലാഫി ളുഹൂരി അലൽ മിർആതി ഫലാ അമല ഫീഹി വലാ മുആലജ. കണ്ണാടി നോക്കുമ്പോൾ ഒരു അധ്വാനവുമില്ല. മൂന്നാമത്തേത് വമിൻ ഹൈസുൽ ലുഗതി വൽ ഉർഫ് വൽ അഖൽ. ബുദ്ധിപരമായി ചിന്തിച്ചാലും നാട്ടുനടപ്പ് അതുപോലെ ഭാഷ ഇതൊക്കെ പറയുന്നത് എന്താണ്? ഫഇന്നഹു ലാ യുംകിനു അൻ യുഖാല ലിമൻ വഖഫ അമാമൽ മിർആതി അന്നഹു മുസവ്വിർ. കണ്ണാടിക്ക് മുമ്പ് നിൽക്കുന്ന ഒരാളെ പറ്റി അവൻ ഫോട്ടോ എടുക്കുകയാണ്, ചിത്രം ഉണ്ടാക്കുകയാണ്, മുസവ്വിറാണ് എന്നാരും പറയില്ല. ലുഗയിലും അങ്ങനെ പറയില്ല, നാട്ടിലും അങ്ങനെ ഒരു പ്രയോഗമൊന്നുമില്ല. അഖൽ പരമായിട്ട് ബുദ്ധി കൊണ്ട് ചിന്തിച്ചാലും അങ്ങനെ ഒരു കാര്യം അവിടെ നടക്കുന്നില്ല. ബൈനമാ യുഖാലു ഫി ഹഖ്ഖി മൻ സവ്വറ ബിൽ ആല. പക്ഷെ ക്യാമറ കൊണ്ട് എടുക്കുന്ന ആളെ കുറിച്ച് എന്താണ് പറയാ? അന്നഹു മുസവ്വിറുൻ. അവൻ മുസവ്വിറാണ്, ചിത്രം ഉണ്ടാക്കുന്ന ആളാണ്. ലുഗതൻ വ ശറഅൻ വ അഖല. ഭാഷയിലും അതുപോലെ തന്നെ ശറഇലും അവൻ രൂപമുണ്ടാക്കി എന്ന് പറയും. അപ്പോ ഈ നഹി ചിത്രം ഉണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള വിലക്ക് പൊതുവാണ്. അത് എല്ലാ തരത്തിലുള്ള ചിത്രങ്ങളെയും ബാധിക്കും എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഹമൂദ് തുവൈജിരി റഹിമഹുല്ലാ സൗദി അറേബ്യയിൽ ഉണ്ടായത് വലിയൊരു ആലിമാണ്. അദ്ദേഹം പറഞ്ഞു, ലൗ ഖാല ഖായിലുൻ ഇന്നഹു ലാ യഹ്റുമു മിനൽ ഖംരി ഇല്ലാ മാ തുസിറ ബിൽ ഐദി ഫഖത്ത് വഅമ്മൽ മുഅ്തസറു ബിൽ ആലാതി ഫലാ യഹ്റും. ഒരാൾ പറയാണ്, കള്ള് അതൊരു മെഷീൻ ഉപയോഗിച്ച് ഉണ്ടാക്കിയാൽ ഹറാമാവുകയില്ല, കൈകൊണ്ട് പിഴിഞ്ഞെടുത്ത് ഉണ്ടാക്കിയാലേ ഹറാമാവുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ഹൽ ഖൗലുഹു ഹഖ്ഖുൻ അം അന്നഹു മിൻ അബ്തലിൽ ബാത്തിൽ. ഇവന്റെ വാദം ഹക്കാണോ ബാത്തിലാണോ? ഫകദ അത്തസ്വീറു ബിൽ ആല മുഹറമുൻ ശദീദു തഹരീം കത്തസ്വീർ ബിൽ യദ്. അതുപോലെ തന്നെയാണ് കൈകൊണ്ടെടുക്കുന്ന ഫോട്ടോയും വരക്കുന്ന ഫോട്ടോയും ക്യാമറ കൊണ്ടെടുക്കുന്ന ഫോട്ടോയുടെയും അവസ്ഥ. വയഖാലു അയ്ളൻ. അതുപോലെ തന്നെ നമുക്ക് പറയാം, ലൗ അന്ന ഇൻസാനൻ ഹമൽ ബുന്ദുഖിയ. ഒരാൾ ഒരു തോക്ക് കൊണ്ടുവന്നു, ഫളഗത അല സിനാദ് ഫഖതൽ. അതിന്റെ പിന്നെ ട്രിഗർ അമർത്തി കുറെ ആളുകൾ കൊന്നു. ഫലാ യഖൂലു ആഖിലുൻ ഇന്നഹു ലൈസ ബിഖാതിൽ. ആരും പറയില്ല അവനൊന്നും ചെയ്തിട്ടില്ല, ഒരു സ്വിച്ച് അമർത്തിയിട്ടേ ഉള്ളൂ എന്ന് ആരും പറയില്ലല്ലോ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഏതായിരുന്നാലും ഈ മസ്അലയിൽ ഇഖ്തിലാഫ് ഉണ്ടായിട്ടുണ്ട്. അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാർക്കിടയിൽ ശക്തമായ ഇഖ്തിലാഫ് തന്നെ ഉണ്ടായിട്ടുണ്ട് ഈ വിഷയത്തിൽ. ഷെയ്ഖ് സാലിഹ് അൽ ഷെയ്ഖ് ഹഫിളഹുല്ലാഹ് അദ്ദേഹത്തിന്റെ കശ്ഫ് ശുബഹാത്ത് എന്ന കിതാബിന്റെ ഷറഹിൽ പറയുന്നത് കാണാം, പണ്ഡിതന്മാർക്കിടയിലുള്ള ഇഖ്തിലാഫ് രണ്ട് തരത്തിലുണ്ട്. ഇഖ്തിലാഫുൻ ഖവി, ഇഖ്തിലാഫുൻ ദഈഫ്. ശക്തമായ ഇഖ്തിലാഫ്. എന്താ ശക്തമായ ഇഖ്തിലാഫ് എന്ന് പറഞ്ഞാൽ? രണ്ടു വിഭാഗത്തിനും ശക്തമായ തെളിവുകൾ ഉണ്ടാകും, രണ്ടു വിഭാഗത്തിനും അവർ പറയുന്നത് ന്യായങ്ങളുണ്ടാകും, അതിലൊരു തീരുമാനം പ്രഖ്യാപിക്കാൻ കുറച്ച് പ്രയാസമുണ്ടാകും. അങ്ങനെയുള്ള മസ്അലകളിൽ ഇൻകാർ പാടില്ല. ശക്തമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആക്ഷേപിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പരസ്പരം എതിർക്കാൻ പാടില്ല. മസ്അല നമുക്ക് ചർച്ച ചെയ്യാം, നമ്മുടെ നിലപാട് വിശദീകരിക്കാം, നസീഹത്ത് കൊടുക്കാം, പരസ്പരം സംവദിക്കാം, അതൊക്കെ ചെയ്യാം. പക്ഷെ ഒരാളെ വില കുറക്കുന്ന രീതിയിൽ സംസാരിക്കാൻ പാടില്ല. എന്നാൽ ഖിലാഫുൻ ദഈഫ്, ദുർബലമായ അഭിപ്രായ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒരു കക്ഷിക്ക് തെളിവിന്റെ യാതൊരു അംശവുമില്ല. അങ്ങനെയുള്ള വിഷയങ്ങളിൽ ഇൻകാർ പാടുണ്ട്, ഇൻകാർ ചെയ്യാം. ഈ വിഷയം ഫോട്ടോഗ്രാഫി ശക്തമായ ഇഖ്തിലാഫ് തന്നെയുള്ള ഒരു വിഷയമാണ് എന്നാണ് ഷെയ്ഖ് സാലിഹ് അൽ ഷെയ്ഖ് ഹഫിളഹുല്ലാഹ് പറയുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം അവിടെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ക്യാമറ ഹറാമാണ്, ക്യാമറ കൊണ്ടുള്ള ഫോട്ടോയും ഹറാമാണ് എന്നാണ് അദ്ദേഹത്തിന്റെ തർജീഹ്, അദ്ദേഹത്തിന്റെ അഭിപ്രായം. പക്ഷെ അതോടൊപ്പം പരസ്പരമുള്ള ബഹുമാനം നിലനിർത്തണം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതാണ് ശരിയായി മനസ്സിലാകുന്നത്. വല്ലാഹു അലം. അടുത്ത അധ്യായം ബാബു മാ ജാഅ ഫി കസ്റത്തിൽ ഹലിഫ്. അധികരിച്ച സത്യം ചെയ്യൽ. ഹലിഫ് എന്ന് പറഞ്ഞാൽ സത്യം ചെയ്യുക. അപ്പോ സത്യം ചെയ്യുക എന്നുള്ളത് ഒരു ഇബാദത്താണ്. സത്യം ചെയ്യുന്നത് വർദ്ധിപ്പിക്കാൻ പാടില്ല, അതിനെ കുറിച്ചുള്ള അധ്യായമാണ്. വഖൗലുല്ലാഹി തആല വഹ്ഫളൂ അയ്മാനക്കും. അല്ലാഹു തആല പറഞ്ഞു, നിങ്ങളുടെ സത്യം ചെയ്യൽ നിങ്ങൾ സൂക്ഷിക്കുക. എന്താണ് കിതാബ് തൗഹീദിൽ ഇങ്ങനെ ഒരു ബാബ് കൊടുക്കാനുള്ള കാരണം, ഇങ്ങനെ ഒരു അധ്യായം കൊടുക്കാനുള്ള കാരണം? കാരണം തൗഹീദിന്റെ അടിസ്ഥാനം തന്നെ അള്ളാഹുവിനോടുള്ള തഅളീമാണ്, അള്ളാഹുവിനെ ബഹുമാനിക്കലാണ്. ഒരാൾ ആവശ്യത്തിനും ആവശ്യമില്ലാതെയും അനാവശ്യമായും സത്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അള്ളാഹുവാണ് സത്യം, അള്ളാഹുവാണ് സത്യം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? അള്ളാഹുവിനോട് അവന് തഅളീമില്ല, ബഹുമാനമില്ല. അത്യാവശ്യ ഘട്ടത്തിൽ മാത്രമേ സത്യം ചെയ്യാൻ പാടുള്ളൂ. നമ്മോട് ഒരാൾ ആവശ്യപ്പെട്ടു, ഒരു സാക്ഷി നിൽക്കാൻ പറഞ്ഞു, അവിടെ സത്യം ചെയ്യേണ്ടി വന്നു. അല്ലെങ്കിൽ നമ്മളൊരാൾ ഉപദേശിക്കുകയാണ്, അപ്പൊ കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി ചില ഹദീസിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാം, വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവാരുടെ കയ്യിലാണ്, അവനാണ് സത്യം. ഗൗരവമുള്ള കാര്യങ്ങൾ പറയുന്ന സമയത്ത്, അതല്ലാതെ നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സത്യം ചെയ്യുക എന്നുള്ളത് അള്ളാഹുവിനോടുള്ള തഅളീമിന്റെ കുറവാണ്. അപ്പൊ അത് തൗഹീദിലുള്ള ഒരു ന്യൂനതയാണ്. അതുകൊണ്ടാണ് ഈ അധ്യായം ഇവിടെ ഉൾപ്പെടുത്തിയത്.
عن أبي هريرة رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول الحلف منفقة للسلعة ممحقة للكسب أخرجاه ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. സത്യം ചെയ്യൽ എന്നുള്ളത് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. മറ്റുള്ള വല്ലതിനെയും പിടിച്ച് സത്യം ചെയ്യുന്നത് ശിർക്കാണ്. അതിനെ കുറിച്ച് മുമ്പ് പറഞ്ഞതാണ്. അള്ളാഹുവിനെ പിടിച്ച് തന്നെ സത്യം ചെയ്യുന്നത് അധികരിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് മൻഫഖത്തുൻ ലിസ്സിൽഅ, ചരക്ക് വിൽക്കാൻ അത് സഹായമാകും. നമുക്ക് കച്ചവടം ചെയ്യുമ്പോഴൊക്കെ സത്യം ചെയ്തിട്ട് ഇത് വല്ലാഹി നല്ല സാധനമാണ് എന്ന് പറഞ്ഞാൽ ആ സാധനം ചെലവാകും. മംഹഖത്തുൻ ലിൽ കസ്ബ്, പക്ഷെ വരുമാനത്തിന്റെ ബറക്കത്തിനെ അത് തുടച്ചു നീക്കും, ബറക്കത്തുണ്ടാവുകയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അള്ളാഹുവിന്റെ ആ പേര് ദുരുപയോഗം ചെയ്യുന്നതിന്റെ ശിക്ഷയാണ്. കളവാണ് പറഞ്ഞ് സത്യം ചെയ്യുന്നതെങ്കിൽ പ്രത്യേകിച്ച് ഇതിന്റെ തഹരീം, അതിന്റെ പാപം കടുപ്പമാകും. അല്ലെങ്കിലും സത്യമാണ് പറയുന്നതെങ്കിലും അധികരിച്ച സത്യം ചെയ്യൽ പാടില്ലാത്തതാണ്. وعن سلمان رضي الله عنه أن رسول الله صلى الله عليه وسلم قال ثلاثة لا يكلمهم الله, മൂന്ന് ആളുകളോട് അള്ളാഹു സംസാരിക്കുകയില്ല. വലാ യുസക്കീഹിം, അവരെ അള്ളാഹു തആല ശുദ്ധീകരിക്കുകയില്ല, പരലോകത്ത് അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയില്ല എന്നർത്ഥം. വലഹും അദാബുൻ അലീം, അവർക്ക് കടുത്ത ശിക്ഷയുണ്ടാകും. ഈ മൂന്ന് കൂട്ടരെ കുറിച്ച് പറയുകയാണ്. ഉശൈമിതു സാനിൻ, വയസ്സായി നരപിടിച്ച ഒരു മനുഷ്യൻ വ്യഭിചരിക്കുന്നു, വൃദ്ധനായ വ്യഭിചാരി. വആഇലുൻ മുസ്തക്ബിർ, ദരിദ്രനായ അഹങ്കാരി അല്ലെങ്കിൽ അഹങ്കാരിയായ ദരിദ്രൻ. വറജുലുൻ ജഅല അല്ലാഹ ബിളാഅതഹു, ഒരു മനുഷ്യൻ അല്ലാഹുവിനെ കച്ചവട വസ്തുവാക്കിയിരിക്കുന്നു. എന്താണ് ഉദ്ദേശിക്കുന്നത്? ലാ യസ്തരി ഇല്ലാ ബിയമീനിഹി വലാ യബീഉ ഇല്ലാ ബിയമീനിഹി, സത്യം ചെയ്തുകൊണ്ടല്ലാതെ അവൻ വിൽക്കുകയില്ല വാങ്ങുകയില്ല. എവിടെ പോയാലും സത്യം ചെയ്യും, ഇത് നല്ല സാധനമാണ് വല്ലാഹി, അല്ലെങ്കിൽ ഇങ്ങോട്ട് വാങ്ങുന്ന സമയത്ത് ഇത് മോശമാണ്, അതിനും വല്ലാഹി. ഇങ്ങനെ സത്യം ചെയ്തുകൊണ്ടിരിക്കും. ഈ മൂന്നാളുകളെ അല്ലാഹു തആല തിരിഞ്ഞു നോക്കുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് ഈ കാര്യത്തിന്റെ ഗൗരവം എടുത്തു കാണിക്കുന്ന കാര്യമാണ്. അപ്പൊ അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്യുന്നതല്ല വിഷയം എന്ന് ഈ ഹദീസ് വ്യക്തമാക്കുന്നുണ്ട്. ജഅല അല്ലാഹ ബിളാഅതഹു, അള്ളാഹുവിനെ അവൻ കച്ചവട വസ്തുവാക്കി എന്നാണ് പറഞ്ഞത്. وفي الصحيح عن عمران بن حسين رضي الله عنه قال قال رسول الله صلى الله عليه وسلم خير أمتي قرني, എന്റെ ഉമ്മത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠരായത് എന്റെ തലമുറയാണ്, സ്വഹാബത്തിന്റെ തലമുറ. സ്വഹാബത്തിന്റെ ഫضൽ ഈ ഹദീസിൽ മനസ്സിലാക്കാം. ചില ആളുകളോട് സ്വഹാബത്തിന്റെ എന്തെങ്കിലും നിലപാടിനെ കുറിച്ച്, സ്വഹാബത്തിന്റെ ഇജ്മാ അല്ലെങ്കിൽ സ്വഹാബത്തിന്റെ അസറുകളൊക്കെ പറയുമ്പോൾ അവരോട് നിസ്സാരമായിട്ടാണ് കാണുക. അത് ഉമറിന്റെ അഭിപ്രായം, അത് ആയിഷയുടെ അഭിപ്രായം, ഒരു റളിയല്ലാഹു അൻഹു പോലും ഉണ്ടാവുകയില്ല. അങ്ങനെ സ്വഹാബത്തിനെ നിസ്സാരമായി കാണുന്നവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് ഖൈറുൻ നാസി ഖർനി, അല്ലെങ്കിൽ ഖൈറു ഉമ്മത്തി ഖർനി, ഈ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠരായത് എന്റെ തലമുറയാണ്. സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, പിന്നീട് അതിനടുത്ത തലമുറ താബിഈങ്ങൾ, പിന്നീട് അതിന് തൊട്ടടുത്ത തലമുറ. قال عمران بن حسين رضي الله عنه പറയുന്നു فلا أدري أذكر بعد قرنه مرتين أو ثلاثة, താബിഈങ്ങളുടെ ശേഷം തബഉ താബിഈങ്ങളെ കുറിച്ച് പറഞ്ഞു, പിന്നെ ഒരു നാലാമത്തെ തലമുറയെ കുറിച്ച് പറഞ്ഞോ ഇല്ലയോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ثم إن بعدكم قوما, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പിന്നീട് നിങ്ങളുടെയൊക്കെ കാലം കഴിഞ്ഞാൽ, സ്വഹാബത്തും താബിഈങ്ങളും തബഉ താബിഈങ്ങളും കഴിഞ്ഞാൽ പിന്നീട് ഒരു കൂട്ടർ വരും. യശ്ഹദൂന വലാ യുസ്തശ്ഹദൂൻ, അവരോട് സാക്ഷി പറയാൻ ആവശ്യപ്പെടാതെ തന്നെ അവർ പോയിട്ട് സാക്ഷി പറയും. കാരണം സാക്ഷി പറയുമ്പോൾ സത്യം ചെയ്യേണ്ടിയൊക്കെ വരും. അപ്പോ അതിന് ക്ഷണിക്കാതെ തന്നെ അവര് പുറപ്പെടും. വയഖൂനൂന വലാ യുഅ്തമനൂൻ, അവർ വഞ്ചകന്മാരായിരിക്കും, വിശ്വസിക്കാൻ കൊള്ളാത്തവരായിരിക്കും. വയൻദുറൂന വലാ യൂഫൂൻ, നേർച്ച നേരും, നേർച്ച വീട്ടുകയില്ല. വയൽഹറു ഫീഹി മുസ്സിമൻ, അവർക്കിടയിൽ പൊണ്ണത്തടി പ്രത്യക്ഷപ്പെടും എന്ന് പറഞ്ഞാല് അവര് സുഖിയന്മാരായിരിക്കും, ഇരുന്ന് തിന്ന് തടി നന്നാക്കി അങ്ങനെ കഴിഞ്ഞുകൂടുന്ന ആളുകളായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഹദീസ് സ്വഹീഹായി വന്നിട്ടുണ്ട്. അപ്പൊ ഇതില് അനാവശ്യമായി സത്യം ചെയ്യുന്നതിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. വഫീഹി, അതുപോലെ തന്നെ സ്വഹീഹായ ഒരു ഹദീസാണ് അൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഖൈറുൻ നാസി ഖർനി ثم الذين يلونهم ثم الذين يلونهم. ഇതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ ഉമ്മത്താണ്, എന്റെ തലമുറയാണ് ഏറ്റവും നല്ല തലമുറ, അതിനുശേഷം തൊട്ടടുത്തത്, അതിനുശേഷമുള്ള തലമുറ. ثم يجيء قوم, പിന്നീട് ഒരു ഖൗം വരും. തസ്ബിഖു ഷഹാദത്തു അഹദിഹിം യമീനഹു വയമീനുഹു ഷഹാദത്തുഹു, അവരുടെ സാക്ഷ്യവും സത്യം ചെയ്യൽ തമ്മിൽ മത്സരിക്കായിരിക്കും. അങ്ങനെ ഒരു കാര്യം സംസാരിക്കുമ്പോൾ ആദ്യം സത്യമാണ് പറയേണ്ടത്, സംസാരിക്കേണ്ടത് എന്ന് അറിയാത്തൊരവസ്ഥയായിരിക്കും. അവരിങ്ങനെ സത്യം ചെയ്തുകൊണ്ടേയിരിക്കും, തുടരെ സത്യം ചെയ്തുകൊണ്ടിരിക്കും. വഖാല ഇബ്രാഹിം അൻ-നഖഈ റഹിമഹുല്ലാഹ്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ്, ഇമാമാണ്. അദ്ദേഹം പറഞ്ഞു, കാനൂ യദ്രിബൂനനാ അല അശ്ശഹാദതി വൽഅഹദി വനഹ്നു സിഗാർ, ഞങ്ങളെ അടിക്കാറുണ്ടായിരുന്നു, മുതിർന്നവര് ഞങ്ങളെ അടിക്കാറുണ്ടായിരുന്നു. അല ഷഹാദത്തി വൽ അഹദ്,
സാക്ഷി പറയുന്ന കാര്യത്തിൽ, അതുപോലെ വാക്ക് പറയുന്ന കാര്യത്തിലൊക്കെ വാക്ക് പറഞ്ഞിട്ട് പാലിച്ചിട്ടില്ലെങ്കിൽ അപ്പൊ അനാവശ്യമായിട്ട് വാക്ക് പറഞ്ഞാൽ തന്നെ അടിക്കും. കാരണം പാലിക്കാൻ ചിലപ്പോൾ സാധിക്കണമെന്നില്ല. അതുപോലെ തന്നെ ഷഹാദത്ത്, സത്യം ചെയ്തുകൊണ്ട്, അള്ളാഹുവിന്റെ പേര് സത്യം ചെയ്തുകൊണ്ട് സാക്ഷി പറയുന്നതിനെ അത് ചെയ്താൽ അടിക്കാറുണ്ടായിരുന്നു. വനഹ്നു സിഗാർ, ഞങ്ങൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ. അപ്പൊ സ്വഹാബത്തായിരിക്കണം ഈ അടിക്കുന്നത്. കാരണം അദ്ദേഹം താബീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു പണ്ഡിതനാണ്. അപ്പോ സ്വഹാബത്തും താബീങ്ങളും ഒക്കെ മക്കൾക്ക് തർബിയത്ത് കൊടുക്കാൻ കാണിച്ചിരുന്ന ഒരു ശ്രദ്ധ, അവർക്ക് മക്കളുടെ മനസ്സിൽ തന്നെ തൗഹീദിനോടുള്ള ബഹുമാനം, അള്ളാഹുവിനോടുള്ള ബഹുമാനം ഉണ്ടാകണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു. അതിനുവേണ്ടിയാണ് ചെറുപ്പത്തിൽ തന്നെ അള്ളാന്റെ പേര് പറഞ്ഞിട്ട് വാക്ക് കൊടുക്കുന്നതും അതുപോലെ തന്നെ സാക്ഷി പറയുന്നതും ഒക്കെ അവർ ഗൗരവത്തോടെ കണ്ടിരുന്നു. അപ്പൊ കുട്ടികൾ എന്താണ് സംസാരിക്കുന്നത് എന്നൊക്കെ ശ്രദ്ധിക്കുക. അതൊക്കെ സ്വഹാബത്തിന്റെ മാർഗമാണ്. ചെറിയ പ്രായത്തിൽ അവരെന്താണോ പറയുന്നത്, എന്താണോ കേൾക്കുന്നത്, അത് അവരുടെ മനസ്സിൽ പതിയും. ഇതാണ് കസ്റത്തുൽ ഹലിഫ്, അധികരിച്ച സത്യം ചെയ്യൽ, അതുമായി ബന്ധപ്പെട്ട മസലകൾ. ഇൻഷാ അല്ലാഹ് അടുത്ത അധ്യായങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വായിക്കാം. അല്ലാഹു തആല നമ്മെ തൗഹീദിന്റെ അദബുകളും തൗഹീദിന്റെ എല്ലാ ഹക്കും നിറവേറ്റാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണം വരെ തൗഹീദിൽ ഉറച്ച് നിൽക്കാനുള്ള തൗഫീഖ് നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما سبحانك وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.